ഹലോ, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ കുറച്ച് ഔട്ട്ഡോർ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. കുറച്ച് ക്രിക്കറ്റ് വിശേഷങ്ങളും ഇവിടുത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ടും ഫുട്ബോൾ ഗ്രൗണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ബൗളിംഗ് ക്ലബ്ബാണ്. അതെന്ത് സ്പോർട്ടാണെന്ന് ഞാനത്ര സ്പോർട്സ് പേഴ്സൺ അല്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. ഇന്ന് നമ്മൾ ഫ്രണ്ടിൽ കാണാൻ പോകുന്നത് ഇവിടുത്തെ പാർക്ക് കമ്മ്യൂണിറ്റി ഹബ്ബാണ്. അത് ഇവിടുത്തെ കൗൺസിലിൻ്റെ അണ്ടറിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് മൊത്തം കൗൺസിലിൻ്റെയാണ്. അതായത് നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് എന്ന് പറയില്ലേ, അതുപോലെ കൗൺസിലിൻ്റെയാണ് ഞാൻ കാണിക്കാം. കണ്ടോ, ഇത് ബൗളിംഗ് ഏരിയ ആണ്. ഇനി ഞാൻ ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ല, ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ കാണിക്കാം. എവിടെ? ഓ, അവിടെ ഉണ്ടോ? ഓക്കെ, അത് നമുക്ക് കാണിക്കാം. ഫ്രീ ആണോ? ഓ, ഇത് ടെസ്ലകൾ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടിരിക്കുക, ഫ്രീ ആണ്. ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ എടുക്കുന്നത് ടെസ്ലകൾ. ഓ, ദാറ്റ്സ് നൈസ്. കണ്ടോ, ഇത് കൗൺസിലിൻ്റെയാണ്, നമുക്ക് ഫ്രീ ആണ്. നമ്മുടെ ഇലക്ട്രിക് കാറുകളാണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുന്ന് ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാം. കണ്ടോ, ഇതിൻ്റെ ബാക്കിലാണ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നല്ലേ പറയാ, അത് സ്റ്റേഡിയോ, ക്രിക്കറ്റ് ഓവൽ, പിന്നെ എന്തൊക്കെയാ അവിടെ ഉള്ളത് സ്പോട്ട്? എനിക്ക് ഈ സ്പോർട്സിന്റെ ABCD അറിയാത്തതുകൊണ്ട് അറിയാവുന്ന ഒരാളെ ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ അവിടെ സ്പോട്ട് അവിടെ ചെയ്യാൻ പറ്റും, കളിക്കാൻ പറ്റും? ഈ ബൗളിംഗ് ക്ലബ്ബ് അതെന്ത് ഗെയിമാ? അതൊന്നും എനിക്കറിയില്ല. വാട്ടർ കളക്ട് ചെയ്യുന്ന സാധനം. ഏത്? റെയിൻ വാട്ടർ കളക്ട് ചെയ്യുന്നത്. ഓ, അതിൻ്റെ ബാക്കിൽ കാണുന്നത് അല്ലേ, ടാങ്ക്. ഇതിപ്പോൾ ഈ ടൈം ആയതുകൊണ്ടാട്ടോ ഇവിടെ തിരക്കില്ലാത്തത്. വീക്കെൻഡാണ്, മാച്ചസൊക്കെ ഉള്ള ടൈമാണെങ്കിൽ ഫുൾ തിരക്കായിരിക്കും ഇവിടെ. ഓവൽ മെയിനായിട്ട് ക്രിക്കറ്റ് ആണോ അതിൽ കളിക്കുക? ആണോ? പക്ഷെ റഗ്ബി അങ്ങനത്തെ ഒക്കെ കളിക്കില്ലേ? മെയിനായിട്ട് ക്രിക്കറ്റ് കളിക്കുക. വിൻ്ററിൽ ഫുട്ബോൾ കളിക്കും. ഫുട്ബോൾ എന്ന് ഇവിടെ പറയുന്നത് ഫൂട്ടി, ഓസ്ട്രേലിയൻ ഫൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഗ്ബിയാണ്. ഓ, ക്രിക്കറ്റ് ഓവൽ. ഇതൊക്കെ എന്താ? സ്റ്റേഡിയം, ടോയ്ലറ്റ്, പിന്നെ ക്ലബിൻ്റെ തന്നെ ഇത് ഡ്രസ്സിംഗ് റൂമും, പിന്നെ ഒരു ചെറിയൊരു മീറ്റിംഗ് ഹാളൊക്കെ പോലെ ഇത് കൗൺസിൽ കെട്ടി കൊടുത്തിട്ടില്ല. ഇതെല്ലാം കൗൺസിലിൻ്റെയാണ്. പിന്നെ ആക്ച്വലി ഈ കൗൺസിൽ പൈസ വാങ്ങുന്നത് ഓരോ ഹൗസ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇത് കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് ഇതെല്ലാം കെട്ടി ഫെസിലിറ്റീസൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ടാവും. ക്യാൻറ്റീനിൽ പൈസ കൊടുത്തിട്ട് ഇപ്പോൾ ബിയറും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്യും. ക്രിക്കറ്റ് സീസണിൽ നോർമലി 2 ദിവസം അവിടെ നെറ്റ്സിൽ പ്രാക്ടീസ് ഉണ്ടാവും. നെറ്റ്സിൽ പ്രാക്ടീസ് ഉണ്ടാവും. എല്ലാ കൗൺസിലുകളിലും ഒരു 3, 4, 5 ക്ലബ്ബുകളുണ്ടാവും. ഓരോ ക്ലബ്ബുകൾക്കും ഒരു 5-6 ടീമുകളുണ്ടാവും. അവരിങ്ങനെ സാറ്റർഡേസിലും സൺഡേസിലും ഇവിടെ കളിക്കും. ഒരു വുമൺസ് ടീമൊക്കെ ഉണ്ടാവും, 4-5 ജെൻസ് ടീം ഉണ്ടാവും. എല്ലാവരും നിന്ന് ചെറിയ കോൺട്രിബ്യൂഷൻ എടുക്കും, എന്നിട്ടിങ്ങനെ കളിക്കും. നല്ല പ്രൊഫഷണൽ ക്രിക്കറ്റാണ് അവർ കളിക്കുന്നത്. ഇപ്പോൾ സ്കോർ ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ട് ഇവിടെ. അല്ല, സ്കോർ അവിടെ എഴുതി കാണിക്കും, സൂം ചെയ്ത് കാണിക്കാം. പ്രൊഫഷണലായിട്ടുള്ള അപ്രോച്ചാണ് അവർക്ക് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ. ഓസ്ട്രേലിയൻസ് പൊതുവെ എല്ലാ സ്പോർട്ടിനോടും ഭയങ്കര ക്രേസുള്ള ആൾക്കാരാണ്. ഏതെങ്കിലും ഒരു സ്പോർട്ട് കളിക്കാത്ത ആൾക്കാർ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. 99% ആൾക്കാരും ഏതെങ്കിലും സ്പോർട്ടിൽ
ജീനിയസ് ആയിരിക്കും, ഏതൊരു സ്പോർട്ടിൽ ക്രേസി ആയിരിക്കും, അവരത് കളിച്ചുകൊണ്ടിരിക്കും. ടെന്നീസ്, വോളിബോൾ, ഫുട്ബോളിന് ഇവർ പറയുന്നത് റഗ്ബിക്കാണ്. സോക്കർ എന്നാണ് ഇവർ ശരിക്കുള്ള നമ്മുടെ ഫുട്ബോളിന് പറയുന്നത്. ഏതെങ്കിലും ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. പിള്ളേർ വേറെ ഇത് വേറെ ഒക്കെ. ഇത് ബാർബിക്യൂ. ഇതെന്താ ഇങ്ങനെ വ്യത്യാസം ഉണ്ടല്ലോ? പഴയതാന്ന് തോന്നുന്നു അല്ലേ? അല്ലല്ലോ, ഇത് ഇലക്ട്രിക്കൽ ബാർബിക്യൂ. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫ്രീ ആണ്. ഇതിൻ്റെ മുകളിൽ ഇവിടെ സാധനങ്ങൾ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് വെള്ളം കുടിക്കാനുള്ളതാണ് കേട്ടോ. ഇതിവിടെ എല്ലാ പാർക്കിലും ഉണ്ടാവും. വീണ്ടും ഒരെണ്ണം കൂടി ഉണ്ട് വെള്ളം കൂടി. ഈ താഴെയുള്ളത് ഡോഗ്സിന് കുടിക്കാനുള്ളതാണ് കേട്ടോ. ഡോഗീസ് ഇവിടെ നിറയുണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് താഴെ വെള്ളം വെച്ചിരിക്കുന്നത്, മേലെ നമുക്കും. ഈ നേരെ കാണുന്നതാണ് പ്ലേ ഗ്രൗണ്ട്. നമ്മുടെ മെയിൻ പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ. ഇത് അത്യാവശ്യത്തിന് വലുതാണ്. നമുക്കതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ കാണിക്കാം, നിങ്ങൾ കണ്ടിട്ട് പോയോ. ഇത് മേസ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാ കുട്ടികൾക്ക് കളിക്കാൻ. എങ്ങനെയുണ്ടായിരുന്നു പാർക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാണ് നമ്മുടെ മെയിൻ പ്ലേ ഗ്രൗണ്ട് കേട്ടോ, നമ്മുടെ വില്ലേജിൻ്റെ. പിന്നെ ഇന്ന് ഋത്തുവിൻ്റെ പ്ലേ ഡേറ്റ് ആണ്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അവരവിടെ നെറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുക ക്രിക്കറ്റ്. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ അവരെന്താ ചെയ്യുന്നതെന്ന്. ഈ പ്ലേ ഡേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. അവരെല്ലാവരും കൂടി കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേ ഫിക്സ് ചെയ്യും. അതായത് ലീവുള്ളൊരു ദിവസം ഫിക്സ് ചെയ്തിട്ട് അവിടെ വന്നിട്ട് അവർക്ക് ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ അവർ ഇവിടുന്ന് കളി കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണ്. എന്നിട്ട് വീട്ടിൽ കുറച്ച് നേരം കളിക്കും. അങ്ങനെ ഇതൊരു 5 പേരുണ്ട് കേട്ടോ. എല്ലാവരും ഇന്ത്യൻസാണ്. ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ഓസി, ബാക്കി എല്ലാവരും ഇന്ത്യൻസാണ്. അച്ഛനും മോനും ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തന്മാരാണ്. ഇതിപ്പോൾ അച്ഛനെ കളിക്കാൻ വിളിച്ചുകൊണ്ട് പോകണതോ കാണുന്നു കേട്ടോ. അവരങ്ങനെ വീട്ടിൽ വന്ന് കുറേ നേരം കളിച്ചു കേട്ടോ. എന്നിട്ടാണ് അവർ പോയത്. അവർ പേരൻസ് വന്ന് കൊണ്ടുപോവുക ചെയ്തത് എല്ലാവരും. ഞാൻ പിന്നെ മക്കളുടെ ഫേസ് കാണിക്കുന്നില്ല കേട്ടോ, അത് മോശമല്ലേ. നമ്മൾ വിളിച്ച് ഇൻവൈറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഇടുന്നത്. അത് കാരണം ഞാനത് ഹൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് പോയിട്ടോ. അവർക്ക് പോവാൻ സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമല്ലായിരുന്നു.
പിന്നെ എന്തായാലും പോയല്ലേ പറ്റുള്ളൂ അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. സിറ്റിയാ What do you want, Isha? Sure. There's more place, What do right? you want? This one? There's more place. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.